അപ്പൊ ഇപ്പൊ ATM കാർഡ് കയ്യിലുണ്ട്, ബാക്കിയുള്ള പേപ്പറൊക്കെ ഒന്ന് സാർ കുറിച്ച്. അല്ല ഈ അളിയൻ വേറെ ലോൺ എന്തെങ്കിലും എടുത്തിട്ടുണ്ടാവോ? ഇല്ല പ്രശ്നമാണ്, കാരണം ഇതിന്റെ അത് പിടിച്ചിട്ടേ തരുള്ളൂ. ഇല്ല, ലോണില്ല. ഇല്ല പുള്ളിക്ക് തിരിച്ചടക്കണത് കലിയാണ്, അതുകൊണ്ട് ലോൺ എടുക്കാറില്ല. ഇല്ല അളിയൻ. അപ്പോ സംഭവങ്ങളൊക്കെ ആയിട്ട് വരിക. ശരി സാർ. മാനേജറെ കൊടുക്കുക, പൈസ വാങ്ങിക്കുക, പോവുക. സാർ അതൊന്ന് തരാം. അല്ല സാർ, അതൊന്നും കൂടി എഴുതി തന്നാലേ, അല്ലെങ്കിൽ അണ്ണൻ മറന്നു പോകും എന്തൊക്കെയല്ലേ. അണ്ണ ഞാൻ എഴുതിത്തരാണ. ഇത്ര സംഭവം. ശരി സാറേ, കൊണ്ടുവരാം. ചക്ക മറക്കണ്ട. ഇല്ല, ചെക്ക് തരുമ്പോഴേക്കും ചക്ക എത്തിക്കാം. ചെക്ക് വരും, ചക്ക തരും. സാറേ ഓക്കെ ആയിട്ടുണ്ട് അല്ലേ? എണ്ണിക്കോ നമുക്കുള്ളത്. തേങ്ങ വരികയല്ല അരി സാറേ, തേൻ വരികയാണ്. അതിൻ്റെ മടലുണ്ടല്ലോ, മടല്, ചക്കയുടെ മടല്, ആ മുള്ളുള്ളത്, അത് ഈ തലയിൽ ഇങ്ങനെ ഉറച്ചാൽ മുടി വളർച്ചയ്ക്ക് നല്ലതെന്ന് പറഞ്ഞു. ശരിക്കും കൊള്ളാല, ഇത് ചെയ്തു നോക്കണം കേട്ടാ. ട്രൈ ചെയ്യാം. ചക്ക കിട്ടിയാ ട്രൈ ചെയ്യാം. ചക്ക അതായി കൊണ്ടുവരുമ്പോൾ ഞാൻ അതിൽ നിന്ന് നിനക്ക് തരാം. ഓ സാറ് കിട്ടിക്കഴിഞ്ഞാൽ തന്നാ മതി. കൊണ്ടുവരായിരിക്കില്ല അവര്. കൊണ്ടുവരട്ടെ, തരാം. മടല് ചക്ക ചോദിക്കരുത്, തരൂല. ചക്ക എപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, ആ ഇലക്കകത്ത് നിന്ന് ഇങ്ങനെ ചൂടോടെ വന്ന ആംബുലൻസ് ഡ്രൈവറെ കണ്ട അറിയാമോ? ആളെ എനിക്കറിയാന്ന്, കണ്ട എനിക്കറിയാം. ഒരു 10-200 രൂപ എന്നോട് കൂടുതൽ വാങ്ങിയതാണ്. ഞാൻ പിന്നെ ആ വ്യസനത്തിൽ പോട്ടേന്ന് വെച്ച് തർക്കിക്കാൻ നിന്നില്ല. അതേനാ ഇതാണ് പറഞ്ഞല്ലോ ചേട്ടാ. നമസ്കാരം. ബോഡിയാണോ അല്ല രോഗിയാണോ, ഏത് ഹോസ്പിറ്റലിലേക്കാണ് ഇവിടുന്ന് കൊണ്ടോണ്ട്? യൂണിറ്റി KHM പറഞ്ഞോ. ഓട്ടം പോകാനല്ല. കേറിക്കോ. ഇല്ല, അതെ, ഒരു സഹായം ചെയ്യണം. അയ്യോ ഒന്നുമില്ല. അന്ന് പൈസ അല്ല, അന്ന് അളിയൻ മരിച്ചപ്പോ ഈ വണ്ടിയിൽ ചേട്ടനല്ല ബോഡി ഉണ്ടെന്നത് ഓർക്കണ്ട. അന്ന് കൊണ്ടുപോകുമ്പോ ബൈക്കിന്ന് വിശക്കുന്ന് ബിരിയാണി വേണമെന്ന് പറഞ്ഞ പെണ്ണ് നിങ്ങളാ? അതല്ല പ്ലാവിന്റെ മുകളിൽ നിന്ന് വീണിട്ട് മരിച്ചു. ഉൾക്കും ചതവായി ഞാൻ വൃത്തിയായിട്ട് കൊണ്ടുപോയിട്ടേ. ഇല്ല, അതെ, കുഴപ്പമുണ്ടായിട്ടല്ല. ഇപ്പൊ ഇതിനെ എന്നോട് 900 രൂപ വാങ്ങിയിരുന്നല്ല. അപ്പൊ നിങ്ങളുടെ വണ്ടി നമ്പറും അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ വെച്ചിട്ട് ഒരു വൗച്ചർ എഴുതി തരണം. ഒരു മനസാക്ഷി വേണം സുഹൃത്തെ, ഒരു മനസാക്ഷി വേണം. ഒരു 200 രൂപ അധികം മേടിച്ചിനാ, കുണ്ടും കുഴിയിലെ റോഡിലാണ് ഞാൻ ബോഡി കൊണ്ടത്. ഒരു ബുദ്ധിമുട്ടാക്കിയിട്ടാ ബോഡിക്ക്. ആ ബോഡിക്ക് എന്തെങ്കിലും പറ്റീനാ ഒന്നും പറ്റിയിട്ടാ. ആർട്ടിയൊക്കെ എന്റെ പേരിൽ പരാതി കൊടുക്കാൻ വേണ്ടി. അയ്യോ, പരാതി കൊടുക്കാനല്ല. പിന്നെ അതെ, ഒരു പെങ്ങളാണ്. അപ്പൊ അളിയൻ മരിച്ചതിന്റെ പേരിൽ ATMന്റെ ഒരു ചെറിയ ഇൻഷുറൻസ് തുക കിട്ടും. അത് ഞാൻ എന്ത് ചെയ്യേണ്ടത്? അപ്പൊ ചേട്ടന്റെ വണ്ടിയിലാണ് ഈ ബോഡി കൊണ്ടുപോയെന്നുള്ളൊരു വൗച്ചർ. എന്റെ പേരിൽ എന്തെങ്കിലും കംപ്ലൈന്റ് വരുമോ? ഒന്നുമില്ല. മരണപ്പെട്ട സദാശിവന്റെ ബോഡി ഇത്രാം തീയതി ഈ നമ്പർ വണ്ടിയിൽ എത്തിച്ചെന്നും പറഞ്ഞിട്ട് ചേട്ടന്റെ പേരും അഡ്രസ്സും ആ വാങ്ങിയ തുക എഴുതിയിട്ട് ഒരു വൗച്ചർ ഒന്ന് ഒപ്പിട്ട് എന്ന് വെച്ചാൽ മതി. എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്തുതരാം. വൗച്ചർ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ട് കേട്ടാ, ഒരു പ്രശ്നമില്ല. ഇനിയിപ്പോ സദാശിവന് ഇതിൽ പ്രശ്നം ഉണ്ടാവുമോ? സദാശിവൻ അളിയൻ മരിച്ചു പോയല്ല. സദാശിവൻ മരിച്ചു പോയല്ലോ, പിന്നെ നിങ്ങൾക്കും പ്രശ്നമില്ല, എനക്കും പ്രശ്നമില്ല. എനക്കെന്താ പ്രശ്നം? നമുക്ക് ചെയ്തു തരാനോ? പിന്നെന്താ?